മധ്യപ്രദേശിലെ ധാറിലെ ഭോശാല കമാൽ മൗല പള്ളി സമുച്ചയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ നിർണായക വിധി പറഞ്ഞിരിക്കുകയാണ് മധ്യപ്രദേശ് ഹൈക്കോടതി. ഭോശാല ഒരു സരസ്വതി ക്ഷേത്രമാണെന്നും പരിപാലനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനും പുരാവസ്തു ഗവേഷണ വകുപ്പിനും അവിടെ തീരുമാനം എടുക്കാമെന്നും കോടതി വ്യക്തമാക്കി. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ഈ സ്ഥലത്ത് നിസ്കരിക്കാൻ അനുമതി നൽകുന്ന ASIയുടെ 2003 ഉത്തരവും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഭോശാലയിൽ സംസ്കൃത പഠന കേന്ദ്രത്തിന്റെയും സരസ്വതി ദേവി ക്ഷേത്രത്തിന്റെയും സൂചനകളുണ്ട്. ഇത് പരമാര വംശത്തിലെ രാജാവായ രാജ ഭോജ് നിർമ്മിച്ച ക്ഷേത്രമായി കണക്കാക്കുന്നു എന്നാണ് ജസ്റ്റിസുമാരായ വിജയ് കുമാർ ശുക്ല, ജസ്റ്റിസ് അലോക് അവസ്ഥി എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചത്. ഈ സ്മാരകത്തിന്മേലുള്ള ഹിന്ദുക്കളുടെ അവകാശവാദം അംഗീകരിക്കുന്നതിനൊപ്പം മുസ്ലിം സമൂഹത്തിന്റെ മതപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ പള്ളി പണിയണം എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ സംസ്ഥാന സർക്കാരിനെ സമീപിച്ച് അതിന് പ്രത്യേക സ്ഥലം കണ്ടെത്തണമെന്നും കോടതി ഉത്തരവിട്ടു. എന്നാൽ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് മുസ്ലിം വിഭാഗം പറയുന്നത്. 11ാം നൂറ്റാണ്ടിലെ സ്മാരകമായ ഭോജ്ശാലയെ ഹിന്ദുക്കൾ സരസ്വതി ദേവിക്കായി സമർപ്പിച്ച ക്ഷേത്രമായും മുസ്ലിങ്ങൾ കമാൽ മൗല പള്ളിയുമായാണ് കണക്കാക്കി വന്നത്. 2003 വിധിപ്രകാരം ഭോജ്ശാല സമുച്ചയത്തിൽ ഹിന്ദുക്കൾ ചൊവ്വാഴ്ചകളിലാണ് പൂജ നടത്തുന്നത്. വെള്ളിയാഴ്ചകളിൽ മുസ്ലിങ്ങൾ ഇവിടെ നമസ്കാരം നിർവഹിച്ചു വരുന്നു. 2024 ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ASI നടത്തിയ 98 ദിവസത്തെ ശാസ്ത്രീയ സർവേ റിപ്പോർട്ടാണ് കേസിൽ നിർണായകമായത്. ഇപ്പോഴത്തെ നിർമ്മിതിക്ക് മുമ്പ് അവിടെ ക്ഷേത്ര സമുച്ചയം നിലനിന്നിരുന്നുവെന്നും പിന്നീട് ക്ഷേത്രഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ ഈ ഘടന പണിതെന്നും ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. സർവേയിൽ കണ്ടെത്തിയ ശില്പങ്ങൾ, നാണയങ്ങൾ എന്നിവ ക്ഷേത്ര സാന്നിധ്യം തെളിയിക്കുന്നു എന്നാണ് ഹിന്ദു വിഭാഗത്തിന്റെ വാദം. എന്നാൽ റിപ്പോർട്ട് പക്ഷപാതപരമാണെന്ന് മുസ്ലിം വിഭാഗം കോടതിയിൽ ആരോപിച്ചു. ഇതിന് മറുപടിയായി പുരാവസ്തു ഗവേഷണ വകുപ്പ് പറഞ്ഞത് മുസ്ലിം വിദഗ്ധരെയും ഉൾപ്പെടുത്തിയാണ് തങ്ങൾ സർവേ നടത്തിയത് എന്നാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന് സമാനമായി വർഷങ്ങൾ നീണ്ട തർക്കവും വ്യവഹാരങ്ങളും അരങ്ങേറിയതിന്റെ ചരിത്രമാണ് മധ്യപ്രദേശിലെ ഭോജ്ശാലയ്ക്ക് പറയാനുള്ളത്. ക്ഷേത്രമോ പള്ളിയോ എന്ന തർക്കം രാഷ്ട്രീയ പ്രശ്നമായും തെരഞ്ഞെടുപ്പ് വിഷയമായും മാറിയിരുന്നു. ഭോജരാജാവ് നിർമ്മിച്ച സരസ്വതി ക്ഷേത്രമാണ് ഭോജ്ശാലയെന്ന് ഹിന്ദു വിഭാഗവും ഖിൽജി ഭരണകാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണെന്ന് മുസ്ലിം വിഭാഗവും അവകാശവാദങ്ങൾ ഉയർത്തിയതോടെയാണ് ഇതൊരു തർക്കസ്ഥലമായി മാറിയത്. 1935 മുതൽ ഈ തർക്കം നിലവിലുണ്ട്. 44 ധാറിൽ വർഗീയ കലാപമുണ്ടായി. അതേ തുടർന്ന് ഈ പ്രദേശം പുരാവസ്തു ഗവേഷണ വകുപ്പ് ഏറ്റെടുത്തു. അതോടെ ഈ പ്രശ്നം ഉയർത്തി BJP പ്രക്ഷോഭവും ആരംഭിച്ചു. തുടർന്ന് ഭോജ്ശാലയെ കേന്ദ്ര സർക്കാർ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് വസന്ത പഞ്ചമി നാളിൽ ഹിന്ദുക്കൾക്കും വെള്ളിയാഴ്ചകളിൽ മുസ്ലിം വിഭാഗങ്ങൾക്കും കടുത്ത നിയന്ത്രണത്തോടെ അവിടെ ആരാധന അനുവദിച്ചു. എന്നാൽ ഈ പ്രദേശം സരസ്വതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണെന്നാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അതോടൊപ്പം ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിലവിൽ സൂക്ഷിച്ചിരിക്കുന്ന പുരാതന സരസ്വതി ദേവിയുടെ വിഗ്രഹം തിരികെ എത്തിക്കാൻ ശ്രമിക്കണമെന്ന് കോടതി സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. AD 1010നും 1055നും ഇടയിൽ പർമാർ രാജവംശത്തിലെ രാജാവ് ഭോജാണ് ഈ വിഗ്രഹം സ്ഥാപിച്ചത്. അന്ന് ഈ സ്ഥലം ഒരു പഠനകേന്ദ്രമായിരുന്നു. ഇപ്പോഴത്തെ ഈ ഹൈക്കോടതി വിധിക്കെതിരെ മുസ്ലിം വ്യക്തിനിയമ ബോർഡും മസ്ജിദ് കമ്മിറ്റിയും സുപ്രീം കോടതിയെ സമീപിക്കും എന്നാണ് റിപ്പോർട്ടുകൾ.